റിലീസ് സമയത്തുണ്ടായിരുന്ന വൻ ഹൈപ്പ് തീരെ തീരെ ഇല്ലാതെയായി തിയേറ്ററിലും ഒരു വൻ ദുരന്തമായി മാറിയ സിനിമയായിരുന്നു വിജയുടെ ഗോഡ്. എന്നാൽ ഈ സിനിമയിൽ ആരാധകർക്കുള്ള ഒരുപാട് ഐറ്റംസ് വെങ്കട് പ്രഭു ഒളിപ്പിച്ചു വെച്ചിരുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക പോലും ഉണ്ടായി കാണില്ല. എന്നാൽ വിജയുടെ തന്നെ പഴയകാല സിനിമകളുടെ ഒരുപാട് റെഫറൻസ് ഗോട്ട് എന്ന സിനിമയിൽ വെങ്കട് പ്രഭു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ വെങ്കട് പ്രഭു ചെയ്തു വെച്ച പഴയകാല സിനിമകളെ കുറിച്ചും ഈ സിനിമയിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ഗോട്ട് എന്ന സിനിമയിൽ നമ്മൾ വിട്ടുപോയ ഹിഡൻ ഡീറ്റെയിൽസും വെങ്കട് പ്രഭു ഒരുക്കി വെച്ച ആ വിജയ് റെഫറൻസുകളും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കൊണ്ട് നിങ്ങൾ നേരെ വീഡിയോയിലേക്ക് പോകും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഗോട്ട് എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ഫസ്റ്റ് വൺ, പോക്കിരി റെഫറൻസ്. ഒരുപക്ഷെ ഈ സിനിമയുടെ ട്രെയിലർ ടൈമിൽ തന്നെ അത്യാവശ്യം വൈറലായ റെഫറൻസ് ആയിരിക്കും ഗോഡ് സിനിമയിലെ പോക്കിരി റെഫറൻസ്. അതായത് ആസിൻ വിജയെ പ്രപ്പോസ് ചെയ്യുന്ന സീനുണ്ട്. ആ സീനിൽ വെച്ച് പെട്ടെന്ന് ബാക്കിലൂടെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടെ വെച്ച് ഗൺ ഫയർ ചെയ്യുന്ന വിജയെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു ഷോട്ട് തന്നെ ഒരു ഭയങ്കര ഒരു ക്ലാസിക് സംഭവമായിരുന്നു. ഇതേ ഷോട്ടിനെ ഗോഡ് സിനിമയിൽ ജസ്റ്റ് തുടക്ക സമയത്ത് ഒന്ന് റെഫറൻസ് കുറെ കാണിക്കുന്നുണ്ട്. അതും ഒരു എനിമി പുള്ളി അറ്റാക്ക് ചെയ്യാൻ വരുന്ന ടൈമിൽ തന്നെ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു പോക്കിരി റെഫറൻസ് ആയിരുന്നു. നെക്സ്റ്റ് വൺ, കാർ നമ്പറുകളിലെ ബ്രില്യൻസ്. അതായത് ഈ സിനിമയിൽ യങ് വിജയ് ഡി-ഏജിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വിജയം കാണിക്കുമ്പോൾ ആ വിജയുടെ കാറിന്റെ നമ്പർ T6812VP എന്നാണ്. അതായത് ദളപതി 68 വെങ്കട് പ്രഭുവിന്റെ 12ാമത്തെ സിനിമയും അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാറിന്റെ നമ്പർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഓൾഡ് ഏജ് ആവുന്നതിന് ശേഷമുള്ള വിജയുടെ കാറിന്റെ നമ്പർ TN07CM2026 എന്ന് കാണിക്കുന്നുണ്ട്. ഇതിന്റെ കാരണം തമിഴ്നാട്ടിൽ അടുത്ത CM ആയി വിജയ് വരും, അതായത് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാറിന്റെ നമ്പർ ഇങ്ങനെ ബ്രില്യൻസ് ആയി കാണിച്ചത്. നെക്സ്റ്റ് വൺ, പ്രശാന്ത് റെഫറൻസ്. പ്രശാന്തിന്റെ ഒരുപാട് സിനിമകളുടെ റെഫറൻസ് ഒന്നും സിനിമയുടെ എടുത്തു വെച്ചിട്ടില്ല. എന്നാൽ പോലും പ്രശാന്ത് ജനിച്ചപ്പോഴേ ആക്ടറുടെ എന്ന് പറയുന്ന ആ സീനിൽ ഉദ്ദേശിച്ചത് ഇതേ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന ആ കാലഘട്ടം മുതലാണ്. പ്രശാന്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയൊരു സ്റ്റാറായി ആ കാലത്ത് നിന്ന ത്യാഗരാജന്റെ മകനായിരുന്നു. ഇതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതലേ ഇദ്ദേഹം സിനിമയിലാണ് എന്നുകൂടി പറയാം, നമ്മുടെ STRനൊക്കെ പോലെ. അങ്ങനെയുള്ള പ്രശാന്ത് ഇതിനകത്ത് പറയുന്നത് തന്നെ ഞാൻ ജനിച്ചപ്പോഴേ സ്റ്റാർഡാ അല്ലെങ്കിൽ ജനിച്ചപ്പോഴേ ആക്ടർഡാ അങ്ങനെ ഡയലോഗ് പറയുന്നതോടെ പ്രശാന്തിനെ തന്നെയാണ് അവിടെ പ്രൂവ് ചെയ്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ, മങ്കാത്ത റെഫറൻസ്. മങ്കാത്ത റെഫറൻസ് 2 തവണ ഈ സിനിമയിലുണ്ട്. അതിൽ ഫസ്റ്റ് റെഫറൻസ് ഈ സിനിമയിൽ വിജയ് ഡ്രങ്ക് അഡിക്റ്റ് ആയി വരുന്ന ഒരു സീനുണ്ട്. ഈ സീനിന് ശേഷം ഇനിമേ കുടിക്ക കൂടാതിരാ എന്ന് പറയുന്ന ഈ സീനിൽ ഇതേ ഡയലോഗ് മങ്കാത്ത സിനിമയിൽ അജിത്തും പറയുന്നുണ്ട്. ആ ഒരു റെഫറൻസിനെ വെങ്കട് പ്രഭു സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ ചിലപ്പോൾ പ്ലേസ് ചെയ്തതായിരിക്കാം. എന്തായാലും ഈ ഡയലോഗും തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കായ ഒരു മങ്കാത്ത റെഫറൻസ് ആയിരുന്നു. നെക്സ്റ്റ് വൺ, ഗില്ലി റെഫറൻസ്. ഈ ഒരു സീനും ഒരു പക്ഷേ ട്രെയിലറിൽ കൂടി തന്നെ വൈറലായ ഒരു സീനാണ്. കാരണം ഈ സിനിമയിൽ മരുതമലൈ മാമണിയെ മുരുകയ്യ എന്ന് പറയുന്ന സീനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തമിഴ് ഓഡിയൻസിനെ ഇന്നും ഓർക്കുന്ന ഒരു കോമഡി സീനാണ്. ഇന്നും ഗില്ലി സിനിമയൊക്കെ കാണുമ്പോൾ ഈ സീൻ വരുമ്പോൾ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. അങ്ങനെയുള്ള ആ ഒരു സീനിനെ ഒരു സ്പൂഫ് പോലെ വിജയ് ഈ സിനിമയിലും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പ്രശാന്ത് റെഫറൻസ്. ഒരെണ്ണം ഓൾറെഡി പറഞ്ഞു, ഞാൻ ജനിച്ചപ്പോൾ മുതലേ ആക്ടറില്ല. ഇതേപോലെ തന്നെ പ്രശാന്തിന് അന്ന് നേരിട്ട ഒരു ആരോപണമായിരുന്നു പ്രശാന്ത് ഓവർ ആക്ടിങ് ആണെന്ന്. ഇതിനെ തന്നെ സ്പൂഫ് ചെയ്യുന്ന രീതിയിൽ ഇതിനകത്ത് പറയുന്നുണ്ട്. വിജയ് പ്രശാന്തിനോട് പറയുന്ന സീനുണ്ട്, നീ ജനിച്ചപ്പോൾ മുതലേ ഓവർ ആക്ടിങ് ആണല്ലോ, சின்ன வயசுல இருந்து ஓவர் ஆக்ட் பண்றதை நிறுத்தவே மாட்டான்டா. അതും ആ കാലത്ത് ഉള്ള ആ ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ഒന്ന് സ്പൂഫ് ചെയ്യുന്ന രീതിയിൽ വെങ്കട് പ്രഭു അവിടെ ആഡ് ചെയ്തതാണ്. നെക്സ്റ്റ് വൺ, സ്വർഗമേ என்றாலும் സോങ്. സ്വർഗമേ என்றாലും എന്നുള്ള സോങ് ശരിക്കും ഇളയരാജയുടെ കരിയറിലെ തന്നെ വളരെ വൈബ് തരുന്ന സോങ് ആണ്. ആ സോങ്ങിനെ നല്ല മികച്ച രീതിയിൽ തന്നെ ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സ്വർഗമേ என்றாலும் അത് നമ്മൂര. തമിഴ് സിനിമയിൽ ഇപ്പോൾ ഇത് ട്രെൻഡും കൂടിയാണ് പഴയകാല സിനിമകളുടെ സോങ്ങുകൾ ആഡ് ചെയ്യുന്നത്. എന്തായാലും അതും വളരെ മികച്ച രീതിയിൽ തന്നെ ഈ സിനിമയിൽ റെഫറൻസ് ആക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, മിഷൻ ഇമ്പോസിബിൾ റെഫറൻസ്. മിഷൻ ഇമ്പോസിബിൾ എന്ന ഹോളിവുഡ് സിനിമ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. ഈ സിനിമയിലെ ഒരു സീൻ അതേപോലെ തന്നെയല്ല, എന്നാലും അതിൻ്റെ ഒരു സൂപ്പർ വെർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിജയ് വെർഷൻ പോലെ ഈ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. ഇതേ സീനിൽ തന്നെ
അതേ സിനിമയിലെ ബിജിഎവും അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ കിടിലനായിട്ടാണ്. എന്തായാലും ഈ സീനും അത്യാവശ്യം വർക്കായ ഒരു സീൻ തന്നെയായിരുന്നു. നെക്സ്റ്റ് വൺ ചൂയിങ് സ്റ്റൈൽ. ചൂയിങ് സ്റ്റൈലിനെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല. വിജയുടെ ഒരു ട്രേഡ് മാർക്ക് സിഗ്നേച്ചർ മൂവ് തന്നെയാണ് ഇത്. എന്തായാലും ഒട്ടുമിക്ക എല്ലാ വിജയ് സിനിമകളിലും നമ്മൾ കണ്ട് തഴമ്പിച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ പോലും നമ്മളെല്ലാ വിജയ് സിനിമകളിലും കാണുന്ന ഈ റെഫറൻസ്, ആ റെഫറൻസിനെ മികച്ച രീതിയിൽ ഈ സിനിമയിലും കാണിച്ചു പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇന്റർവെല്ലിലെ പോക്കിരി റെഫറൻസ്. പോക്കിരി റെഫറൻസ് ഒരെണ്ണം വന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് ഇതേപോലെ തന്നെ പോക്കിരി സിനിമയിൽ ശ്രുതി എനക്ക് മട്ടുന്താൻ സ്വന്തം എന്ന് വിജയ് പറയുന്ന സീനിൽ വിജയുടെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഐക്കോണിക് വാക്കുണ്ട്. ആ ഒരു ഐക്കോണിക് വാക്കിനെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ സ്പൂഫ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്പൂഫ് ചെയ്യുകയല്ല, ജസ്റ്റ് ഒരു റെഫറൻസ് പോലെ ഈ സിനിമയിൽ നല്ല പോലെ കാണിച്ചു പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഡോക്കോമോ റെഫറൻസ്. ഡോക്കോമോ റെഫറൻസ് എന്ന് പറയാൻ പറ്റില്ല. യങ് വിജയെ ഈ സിനിമയിൽ കാണിക്കുന്ന ഈ ഒരു പിക്ചറിലെ അതേപോലെ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ വിജയ് ആക്ടറായി വന്ന ഡോക്കോമോയുടെ പരസ്യം. ഒരുപക്ഷെ 90s കിഡ്സിനൊന്നും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായിരുന്നു അന്നത്തെ ഡോക്കോമോയുടെ പരസ്യമൊക്കെ. നമ്മളൊക്കെ ക്രിക്കറ്റ് കളി കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഈ പരസ്യത്തിൽ അതേ വിജയെ തന്നെയാണ് ഈ സിനിമയിലും കാണിച്ചത്. അതായത് അതേ ലുക്ക്, അതേ കോസ്റ്റ്യൂം. ശരിക്കും പറയാൻ ഇത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരുപക്ഷെ 90s കിഡ്സ് എല്ലാവരും ഈ ഡോക്കോമോയിൽ അന്ന് കണ്ട വിജയെ ഓർത്തിട്ടുണ്ടാവാം. നെക്സ്റ്റ് വൺ ഐ ആം വെയിറ്റിംഗ്. ബബിൾ ഗവേർ പോലെ തന്നെ വിജയുടെ ഒരു ട്രേഡ് മാർക്ക് സിഗ്നേച്ചർ മൂവാണ് ഐ ആം വെയിറ്റിംഗ്. ഇത് തുടങ്ങിയത് തുപ്പാക്കിയിലാണെങ്കിലും ഇപ്പം വന്ന് നിൽക്കുന്ന എല്ലാ സിനിമകളിലും ഇത് കാണിച്ചു പോകാറുണ്ട്. എന്തായാലും ആ ഒരു ഐ ആം വെയിറ്റിംഗും ഈ സിനിമയിൽ വർക്കായ ഒരു സീൻ തന്നെയാണ്. നെക്സ്റ്റ് വൺ പയ്യ റെഫറൻസ്, ഗോവ റെഫറൻസ്. ഈ രണ്ട് സിനിമകളുടെ റെഫറൻസ് ഒരുമിച്ച് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതായത് ഈ സിനിമയിൽ യോഗി ബാബു ഒരു സീനിൽ വെച്ച് പയ്യ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞാലോ, അല്ലെങ്കിൽ വേണ്ട ഗോവ അത് വെങ്കട് പ്രഭു സിനിമ, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് ജസ്റ്റ് അവിടെ ഒരു നമ്മളെ ഒരു പഴയ സിനിമകളിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമം എന്നായിരിക്കാം. എന്തായാലും ഈ റെഫറൻസുകളും അത്യാവശ്യം വർക്കായെന്ന് തന്നെയാണ്. നെക്സ്റ്റ് വൺ ഗുണ റെഫറൻസ് അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് റെഫറൻസ്. ശരിക്കും നമ്മൾ ഇത് ആദ്യം കേൾക്കുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് റെഫറൻസ് പോലെ തന്നെ ആയിരിക്കും തോന്നുന്നത്. മനിതർ ഉണർന്നു കൊള്ള ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി പുനിതമാണ്. കാരണം മനിതൻ ഉണർന്നു കൊള്ള എന്ന ഡയലോഗ് നമ്മൾ കേട്ട് താരംഭിച്ചത് മഞ്ഞുമൽ ബോയ്സിലൂടെ ആവും. എന്നാൽ ഗുണ സിനിമയിലെ അതേപോലെ സിറ്റുവേഷനിലാണ് ഇവിടെ അത് വിജയ് യൂസ് ചെയ്യുന്നത്. മനിതർ ഉണർന്നു കൊള്ള ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി പുനിതമാണ്. കാരണം ഗുണ സിനിമയിൽ ഇതേപോലെ നായികയെ കടത്തിക്കൊണ്ട് പോകുന്ന നായകനായിരുന്നു ഉള്ളത്. ആ നായികയോട് അന്നേരം പറയുന്ന ഡയലോഗായിരുന്നു മനിതൻ ഉണർന്നു കൊള്ള ഇത് മനിത കാതലില്ല. ആ ഡയലോഗിനെ ഇവിടെ വില്ലൻ വിജയ് നായികയെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ പറയുമ്പോൾ ഇത് ശരിക്കും ഗുണയിലെ റെഫറൻസ് ആയി തന്നെയാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് വൺ ഗില്ലി റെഫറൻസ്. ഗില്ലി റെഫറൻസ് ഓൾറെഡി ആ മരുതമലയും മാമണിയെ റെഫറൻസ് ഒക്കെ നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഗില്ലിയിൽ വിജയും തൃഷയും തമ്മിൽ അപ്പിടിപ്പോട് സോങ്ങിൽ കളിക്കുന്ന അതേ ഡാൻസ് ആണ് ഈ സിനിമയിലെ തൃഷയുടെ ഐറ്റം സോങ്ങിലും കാണിക്കുന്നത്. അതായത് ആ ഒരു സ്റ്റെപ്പ് ജസ്റ്റ് റീക്രിയേഷൻ പോലെ അവിടെ കാണിച്ചു വെക്കുന്നത് ശരിക്കും തിയേറ്ററിലുള്ളത് ഫ്രഷ് ആയിട്ട് കണ്ട ഓഡിയൻസിന് വൻ വൈബായിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ വെങ്കട് പ്രഭു അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും ഈ കാണിച്ചതും ഒരു പക്ഷേ ആ ഗില്ലി റെഫറൻസ് തന്നെയായിരിക്കാം. നെക്സ്റ്റ് വൺ ഡൂൾ സോങ്. ഡൂൾ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ നമ്മളെ ഒരു ഗൂസ് ബംസിന്റെ പീക്കിൽ എത്തിക്കുന്ന ഒരു സാധനമാണ് മധുര വീരൻ താനെ എന്ന ആ സോങ്. മധുര വീരൻ താനെ അവനെ ഉസിപ്പി വിട്ടേ വീണേ. അതായത് വിക്രമിന്റെ ആ ഒരു ഫൈറ്റ് സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു സോങ് അതൊരു പ്രത്യേക വൈബാണ്. ആ ഒരു സംഭവത്തെ ജസ്റ്റ് ഒരു സ്പൂഫ് പോലെ ഇതിൽ വിജയ് പാടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുമ്പോൾ വല്ലാത്തൊരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഇതും ആ ഡൂഡ് സിനിമയിലെ ഒരു റെഫറൻസ് ആണ്. നെക്സ്റ്റ് വൺ CSK റെഫറൻസ് എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫാൻസിന് വേണ്ടി, ഒരുപക്ഷെ തമിഴ് ഓഡിയൻസിന് വേണ്ടി എടുത്തൊരു നല്ല ഒരുപാട് സീനുകൾ ഈ സിനിമയിലുണ്ട്. അതിന് പ്രധാന കാരണമാണ് വിസിൽ ബോർഡ് സോങ് ഒക്കെ. ഇത് കൂടാതെ തന്നെ ഒരുപാട് ക്രിക്കറ്റ് താരങ്ങളെയും ഈ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ SK റെഫറൻസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു SKയുടെ കയ്യിലേക്ക് ഗണ്ണ് കൊടുത്തിട്ട് നിങ്ങൾ ഇത് നോക്കിക്കോ, ഞാൻ ഇനി അത് നോക്കാൻ പോവെന്ന് പറഞ്ഞു. நீங்கள் இதை விட ஏதோ முக்கியமான வேலையாக போகிறீங்கன்னு நினைக்கிறேன். நீங்கள் அதை பாருங்கள் சார், நான் இதை பார்த்துக்கிறேன். ഇത് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ സൂചിപ്പിക്കുന്ന പോലെയായിരുന്നു. അതായത് തൻ്റെ സിനിമാ ജീവിതം ഇനി SKയുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് താൻ മറ്റൊരു വലിയ കാര്യത്തിന് പുറപ്പെടുന്നു എന്നൊരു സൂചനയാണ് എന്നൊക്കെ ഡീകോഡ് ചെയ്ത് പറഞ്ഞവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സീൻ ആദ്യം കണ്ടപ്പോഴും എല്ലാവർക്കും തോന്നുക ആ ഒരു കാര്യം തന്നെയായിരിക്കും. നെക്സ്റ്റ് വൺ ഹലമിത്തി ഹബീബു. വിജയുടെ തന്നെ ബീസ്റ്റ് സിനിമയിലെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവററ്റ് ആയ ഒരു സ്റ്റെപ്പാണ് ഹലമത്തി ഹബീബു സോങ്ങിൽ വരുന്ന സ്റ്റെപ്പ്.
ആ സോങ് അടിപൊളിയായിട്ട് ഇതിലെ യങ് വിജയും ചെയ്യുന്നുണ്ട്. ഇത് ആ ഒരു ബീസ്റ്റ് റെഫറൻസിന് വേണ്ടി അവിടെ വെച്ചതാണ്. നെക്സ്റ്റ് വൺ പടയപ്പ റെഫറൻസ്. തമിഴ് ഓഡിയൻസിന്റെ ഇടയിൽ ഇന്നും ഒരു രജനീകാന്ത് അല്ലെങ്കിൽ തമിഴ് ക്രിക്കറ്റ് ഓഡിയൻസിന്റെ ഇടയിൽ രജനീകാന്ത് ആരെന്ന് ചോദിച്ചാൽ അവർക്ക് അത് എന്നും മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അതിന്റെ പ്രധാന കാരണം ചെന്നൈയുടെ ക്യാപ്റ്റൻ ധോണിയാണ് എന്നതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ധോണിയുടെ എൻട്രിക്ക് വേണ്ടി ആ പടയപ്പ സിനിമയുടെ റെഫറൻസ് ആയി പടയപ്പയിലെ ബീജി വിട്ടത്. നമ്മുടെ എല്ലാം ഫേവററ്റ് ആയ മങ്കാത്ത റെഫറൻസ്. ശരിക്കും ഗോഡ് സിനിമയുടെ റിലീസ് സമയത്ത് ഇതൊരു മങ്കാത്ത യൂണിവേഴ്സ് ആണോ എന്ന് പോലും നമ്മൾ സംശയിച്ചിരുന്നു. സിനിമയിൽ അജിത്ത് ഉണ്ടെന്നും അജിത്ത് റെഫറൻസ് ഉണ്ടെന്നും ഒക്കെ കേട്ട് തന്നെയാണ് നമ്മൾ പോയത്. എന്നിരുന്നാൽ പോലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ആ മങ്കാത്ത റെഫറൻസ്, ജസ്റ്റ് നീ തലഫാനാണോ എന്ന് ചോദിച്ച ആ ഒരു മൊമെന്റിൽ വന്ന ആ മങ്കാത്ത ബീജം വല്ലാത്തൊരു റെഫറൻസ് ആയിരുന്നു. ரெண்டு பேரும் விளையாட்டு இருக்கிறீங்களா? ഇതും ഒരുപക്ഷെ ഫാൻസിന് വേണ്ടിയിട്ട് എടുത്ത ആ ഒരു കിടിലൻ റെഫറൻസ് ആയിരുന്നു. നെക്സ്റ്റ് വൺ ഫൈനൽ സ്കോർ റെഫറൻസ്. ഈ സിനിമയിൽ തന്നെ മങ്കാത്ത ബിജിഎമ്മിന് ശേഷമുള്ള ആ വിജയുടെ സീൻ, അതായത് മങ്കാത്ത ബിജിഎം വരാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആ ഒരു സീൻ ഫൈനൽ സ്കോർ എന്ന സിനിമയിൽ നമ്മുടെയൊക്കെ WWE സൂപ്പർ സ്റ്റാർ ആയ ബാറ്റിസ്റ്റ ചെയ്ത ഒരു സീനാണ്. ആ സീൻ്റെ ഇൻസ്പിറേഷൻ ആണോ കോപ്പിയാണോ അതോ ഇതും കൂടാതെ റെഫറൻസ് ആണോ എന്നൊന്നും പറയുന്നില്ല. എന്തായാലും ആ സീനിനെ അതേപോലെ തന്നെയാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ഗോട്ട് എന്ന സിനിമയിലെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസും വിജയ് റെഫറൻസുകളും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസിനായി മറക്കാതെ ഈ പേജ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.